യെസ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വളരെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ യൂസിങ് ദ കോർപ്പറേറ്റ് ഫീൽ. ഓക്കെ, ഇത് ഞാൻ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതെന്ന് വെച്ചാൽ ലോ ഹാസ് ക്ലോത്ത് എ കമ്പനി വിത്ത് എ ഡിസ്റ്റിങ് പേഴ്സണാലിറ്റി, അല്ലെ? അതായത് ലോ ഒരു കമ്പനീനെ ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കമ്പനി ഈസ് ഡിഫറെന്റ്, ഷെയർ ഹോൾഡേഴ്സ്, ഓണർ, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് അവരൊക്കെ ഡിഫറെന്റ് ആണ്. കമ്പനി ഈസ് ഡിഫറെന്റ്. ഇങ്ങനെ ഒരു ഷീൽഡ് കമ്പനിക്ക് ഉണ്ട്. അതായത് ഉദാഹരണത്തിന് നമുക്ക് സോളമൻ വേഴ്സസ് സോളമൻ, നമ്മൾ ആ കേസ് സ്റ്റഡി നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? സോളമൻ വേഴ്സസ് സോളമൻ, അതിൽ കൃത്യമായിട്ട് അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോളമൻ വേഴ്സസ് സോളമൻ അല്ലെ? സാലമൻ ലിമിറ്റഡ്, സാലമൻ വിത്ത് സാലമൻ ലിമിറ്റഡ്, അത് ആ ഒരു കേസ് സ്റ്റഡി നമ്മൾ കൃത്യമായിട്ട് ഇത് കണ്ടതാണ്. കമ്പനി ഈസ് ഡിഫറെന്റ്, ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആർ ഡിഫറെന്റ്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് പേഴ്സണലി ലയബിൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു ലോൺ എടുത്തു. ഓക്കെ, ആണ് ലോൺ എടുക്കുമ്പോ കമ്പനി ഈസ് ലയബിൾ, കമ്പനിയാണ് ലയബിൾ ആയിട്ട് വരുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് പേഴ്സണലി ലയബിൾ, ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് പേഴ്സണലി ലയബിൾ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഷീൽഡിങ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ നിന്ന് കിട്ടും. ഇപ്പൊ കമ്പനി എന്തെങ്കിലും റോങ് ഡൂയിങ് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഷീൽഡിങ് നമ്മുടെ ഓണേഴ്സിന് കിട്ടുന്ന ഇതിനെയാണ്. ഇപ്പൊ ലോൺ എടുത്തു അടച്ചില്ല, പക്ഷെ അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിലേക്ക് അടക്കില്ല. ഈ രീതിയിലുള്ള ഒരു ഷീൽഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു പ്രൊട്ടക്റ്റീവ് കേർട്ടൻ എന്നാണ് നമുക്ക് പറയാം ഷെയർ ഹോൾഡേഴ്സിന്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആണ്. കമ്പനി സെപ്പറേറ്റ് ആണ്, ഓണർ സെപ്പറേറ്റ് ആണ്, നമ്മുടെ ഡയറക്ടേഴ്സ് സെപ്പറേറ്റ് ആണ് കമ്പനിയായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കമ്പനി എന്താ? കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതിന് സ്വന്തമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. കമ്പനി അപ്പൊ ആരിൽ കൂടിയാണ് ആക്ട് ചെയ്യുന്നത്? കമ്പനി ആക്ട്സ് ടു ദ ഡയറക്ടേഴ്സ്, അതേപോലെ മാനേജേഴ്സ്, പിന്നെ പല ഓഫീസേഴ്സ് ഉണ്ടാവും. ഇവരിൽ കൂടിയാണ് കമ്പനി ആക്ട് ചെയ്യുന്നത് അല്ലെ? കമ്പനി സൈൻസ് എ കോൺട്രാക്ട് ഓൺ ആക്സിഡന്റ് സംഭവിക്കുന്നത് ചിലപ്പോൾ ഡയറക്ടർ ആയിരിക്കും സൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതർവൈസ് പേഴ്സൺ ആണ് ചെയ്യുന്നത്. അപ്പൊ സെപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു നിയമപരമായിട്ടുള്ളൊരു പ്രിവിലേജ് ആണ് ഈ പറയുന്ന ഡയറക്ടേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും മാനേജേഴ്സിനും ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ ബെനിഫിറ്റ് ഗിവൻ ബൈ ലോ, ബട്ട് ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ജെന്യൂൻ ബിസിനസ് പർപ്പസസ്. അതാണ് അവിടുത്തെ മെയിൻ കാര്യം. ഓക്കെ, ഈ പറയുന്ന ഷീൽഡിംഗ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ജെന്യൂൻ ബിസിനസ് പർപ്പസസ്. ഓക്കെ, അതല്ലാതെ എന്തെങ്കിലും ഫ്രോഡ് കാണിക്കാനോ ഡിസ്ഓണസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും ചെയ്താല് if people misuse this company structure for a fraud അല്ലെങ്കിൽ ചീറ്റിംഗ് അല്ലെങ്കിൽ ടാക്സ് ഇവേഷൻ, ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലീഗൽ പർപ്പസിന്, അപ്പോ കോർട്ട് ഒരിക്കലും ഈ ഒരു കോർപ്പറേറ്റ് വീൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെയൊന്നും പ്രൊട്ടക്ട് ചെയ്യില്ല. കോർട്ട് എന്ത് ചെയ്യും? കോർട്ട് വിൽ ബ്രേക്ക് ത്രൂ ദ കോർപ്പറേറ്റ് വീൽ. എന്നിട്ട് അതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് കോർട്ട് ലുക്സ് ബിഹൈൻഡ് ദ കമ്പനി ആൻഡ് റിയൽ പേഴ്സൺസ് ആരൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവരെ ശിക്ഷിക്കും. അല്ലാതെ കോർപ്പറേറ്റ് വീലുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് തോന്നിയ ദിവസം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഷീൽഡിംഗ് ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ മാതിരി ഫ്രോഡോ ചീറ്റിങ്ങോ ടാക്സ് ഇവേഷനോ ഇല്ലീഗൽ പർപ്പസോ എന്തെങ്കിലുമൊക്കെ വേണ്ടി കമ്പനിയെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? കോടതി എന്ത് ചെയ്യും? ഈ കോർപ്പറേറ്റ് വീൽ എന്നുള്ള സാധനം മാറ്റിക്കളഞ്ഞ് എന്ത് സംഭവിക്കും? മെമ്പേഴ്സിനെ പേഴ്സണലി ലയബിൾ ആക്കും. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് മേ ബിക്കം പേഴ്സണലി റെസ്പോൺസിബിൾ ഇഫ് കമ്പനി വാസ് ഫോം ടു ചീറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ചെയ്ത. സോ ദിസ് ഈസ് നോൺ ആസ് കോർപ്പറേറ്റ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ. സോ കോർപ്പറേറ്റ് വീൽ ഇസ് ലിഫ്റ്റഡ്. നമ്മുടെ കോടതിയിൽ കോർട്ടിൽ പോകുമ്പോൾ കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ആവും, പേഴ്സണലായിട്ട് ലയബിൾ ആവും.
ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വിൽ. ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വിൽ വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഫോർ fraud or improper conduct. അതായത് ഒരു ഫ്രോഡിന് വേണ്ടിയാണ് കോർപ്പറേറ്റ് ബിൽ ഉപയോഗിച്ചെന്ന് വെക്കാം. അല്ലെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്ത് തന്നെ ഒരു ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത്, ആ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ് എക്സാമ്പിൾ. ദാറ്റ് ഇസ് ഒരു കേസ് ഓഫ് ഗിൽഫോർഡ് മോട്ടർ വേഴ്സസ് ഹോൺ. ഈ ഹോൺ എന്ന് പറയുന്ന ഒരാള്, ഹി വാസ് എൻ എംപ്ലോയി ഓഫ് ഗിൽഫോർഡ് മോട്ടർ. അപ്പൊ ജോലിക്ക് കയറുമ്പോൾ ഒരു കരാർ ഉണ്ടാവുള്ളൂ, ഇനി നിനക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു കരാറിൽ പ്രത്യേകം പറഞ്ഞിരുന്നു ഹോണിനോട്, ആ എംപ്ലോയ്മെന്റ് അഗ്രിമെന്റിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഈ ജോലി വിട്ട് വേറെ ജോലിക്ക് പോവുകയാണെങ്കിൽ ഇവിടെയുള്ള ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കോണ്ടാക്ട്സ് ഒന്നും എടുക്കരുതെന്ന്. കാരണം എന്താ, ഇയാൾ ഇതേപോലത്തെ വേറെ ബിസിനസ് തുടങ്ങിയിട്ട് ഈ കസ്റ്റമേഴ്സിന്റെ കോണ്ടാക്ട് ഒക്കെ എടുത്തിട്ട് അയാളുടെ കസ്റ്റമേഴ്സ് ആക്കി ഈ ഗിൽഫോർഡ് മോട്ടർ അടച്ചു പോയിട്ട് പോകേണ്ടി വരില്ലേ. അപ്പോ ആ കരാറൊക്കെ കഴിഞ്ഞ് ഹോൺ ഇത് റിസൈൻ ചെയ്തിട്ട് ഹോൺ എന്തെന്ന് വെച്ചാല് അയാൾക്കറിയാം ഇങ്ങനെ കരാർ നിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ അയാൾ എന്ത് ചോദിച്ചു, വേറൊരു കമ്പനി ഫോം ചെയ്തു. ഈ ഹോൺ എന്ന് പറഞ്ഞാൽ വേറൊരു കമ്പനി ഫോം ചെയ്തിട്ട് ഇയാളെയാണ് റൺ ചെയ്യുന്നത്, ഒരു കമ്പനി ഫോം ചെയ്തു. അപ്പൊ എന്തായി, ഇയാൾക്ക് ഇടയിൽ ഒരു ഷീൽഡിങ് ഉണ്ടല്ലോ. അപ്പൊ ആൾക്കറിയാം റോങ് ഡൂയിങ് ചെയ്യാണ്. കമ്പനി ഇവരുടെ കസ്റ്റമേഴ്സിന്റെ നമ്പറൊക്കെ ഹോൺ എടുത്തിട്ട് ഈ കമ്പനിയുടെ പേരിൽ വിളിച്ച് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കോടതിക്ക് മനസ്സിലായി, ഈ ഒരു ഷീൽഡിങ് ഉപയോഗിച്ചത് ഫ്രോഡ് ആക്ടിവിറ്റിയിലാണ്. കാരണം ഇങ്ങനൊരു ഇവരുടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് റിസൈൻ ചെയ്ത് പോകുമ്പോൾ എടുക്കരുന്നുണ്ട്. പക്ഷെ ആ എഗ്രിമെന്റ് തെറ്റിച്ചുകൊണ്ട് സ്വന്തമായിട്ട് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു കമ്പനി ഫോം ചെയ്ത് അവിടെ ആ കോർപ്പറേറ്റ് വീൽ ഉപയോഗിക്കാനാണ് ഹോൺ ശ്രമിക്കുന്നത് മനസ്സിലാക്കിയ കോടതി എന്ത് ചെയ്തു, ഈ കോർപ്പറേറ്റ് വീൽ ബ്രേക്ക് ചെയ്തു, കോർപ്പറേറ്റ് ബിൽ ലിഫ്റ്റ് ചെയ്തിട്ട് ഇയാൾ ചെയ്ത് തെറ്റാണ്, എഗ്രിമെന്റ് പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് വിധിച്ചു. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട്. ഓക്കെ, ഇനി കമ്പനി ആക്ടിങ് ആസ് എ ഏജന്റ് ഓർ ട്രസ്റ്റി. രണ്ടാമത്തെ സിറ്റുവേഷൻ വെൻ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വിൽ ബി ഹാപ്പൻ. ദാറ്റ് ഇസ് കമ്പനി acting as a agent or trustee. Okay, that is if ഒരു കമ്പനി is just acting on behalf of someone else, അങ്ങനെ ആവുമ്പോൾ ഇത് കോർപ്പറേറ്റ് വീൽ ലിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഒരു കമ്പനി രൂപീകരിച്ചു തന്നെ വേറൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് എന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഫിലിം ഉണ്ടാക്കി, പക്ഷെ ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ പേര് ഉപയോഗിച്ചു. ശരിക്കും അമേരിക്കൻ കമ്പനി ഉണ്ടാക്കിയത്, പക്ഷെ ബ്രിട്ടീഷ് കമ്പനി. അപ്പൊ കോർട്ട് ഫൗണ്ട് ഔട്ട് ദാറ്റ് ബ്രിട്ടീഷ് കമ്പനി വാസ് ജസ്റ്റ് എ നെയിം ഏജന്റ്. സോ വീൽ ഈസ് ലിഫ്റ്റഡ്, കോർപ്പറേറ്റ് വീൽ ഈസ് ലിഫ്റ്റഡ്. അത് അത്രേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് പോളിസി. പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് പോളിസി. അതായത് ഇതിലൊരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. കോണോസ് ബ്രദേഴ്സ് വേഴ്സസ് കോണോസ്. ഒരു വാർ നടക്കുകയാണ് കേട്ടോ, യുകെയും ജർമ്മനിയും തമ്മിൽ. അപ്പൊ ഒരു കമ്പനി യുകെയിൽ രജിസ്റ്റർ ചെയ്തു, പക്ഷെ it was enemy control, ജർമ്മനി കൺട്രോൾ ആണ്. സോ കമ്പനി വാസ് ട്രീറ്റഡ് ആസ് എ എനിമി കമ്പനി. പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് അവിടെ ഈ കോർപ്പറേറ്റ് ഐഡന്റിറ്റിക്കാളും. നമ്മൾ ശരിക്കും പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തു, അത് എവിടെയുള്ള ആൾക്കാരാണ് റൺ ചെയ്തല്ല, ഇന്ത്യൻ കമ്പനിയായിട്ട് കൺസിഡർ ചെയ്തു അല്ലെ. പക്ഷെ ഇത് ആ ഒരു ഡിഫറൻസ് ഉണ്ട്, കമ്പനീസ് ഡിഫറെന്റ് ഓണേഴ്സ് ആയിരിക്കും. പക്ഷെ ഇതൊരു എനിമി, ഒരു യുദ്ധം നടക്കുമ്പോൾ നമുക്കൊരു പോളിസി ഉണ്ടാവും അല്ലെ, ചില കമ്പനീസിനൊക്കെ എനിമി കമ്പനീസ് ആയി കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജർമ്മനിയുടെ ആൾക്കാരാണ് ഇത് കൺട്രോൾ ചെയ്തതെന്ന് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ കോർപ്പറേറ്റ് ബിൽ ലിഫ്റ്റ് ചെയ്തിട്ട് ആ കമ്പനീനെ തന്നെ ഒരു എനിമി കമ്പനിയായിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇതേ തന്നെയാണ് ഫോർത്തിലും വരുന്നത്, ഡിറ്റർമൈനിങ് ദ ട്രൂ ക്യാരക്ടർ ഓഫ് ദ കമ്പനി. അതായത് ഈ ട്രൂ ക്യാരക്ടർ ഓഫ് ദ കമ്പനി എന്ന് പറയുമ്പോൾ
ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അപ്പൊ മറ്റേ നമ്മളിപ്പോ ഒരു UK ജർമ്മനിയും തമ്മിൽ യുദ്ധമാണ്. അപ്പൊ ചില UK റൺ ചെയ്യുന്ന ചില കമ്പനീസ് ജർമ്മൻ കമ്പനീസ് ആണെങ്കിൽ അതിന് വേറെ തരത്തിലുള്ള നിയമങ്ങളൊക്കെ ബാധകമാവുന്ന സമയമായിരിക്കും യുദ്ധമുള്ളപ്പോ. പക്ഷെ അപ്പൊ ഒരു കമ്പനി നോക്കുമ്പോൾ UK രജിസ്റ്റേർഡ് തന്നെയാണ്, പക്ഷെ അതിന്റെ കൺട്രോൾ ഇപ്പോൾ ജർമ്മൻ ആൾക്കാരിലാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു, കോർപ്പറേറ്റ് വിൽ ലിഫ്റ്റ് ചെയ്തിട്ട് അതൊരു എനിമി കമ്പനി ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തു. ഇതിലൊന്നും അത്ര കൂടുതൽ നിങ്ങൾ ഉള്ളിലേക്ക് ഇൻഡെപ്ത് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, അത്രേ ഇതിൽ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ടാക്സ് ഇവേഷന് വേണ്ടിയിട്ടാണ് കമ്പനി ഫോം ചെയ്തെങ്കിൽ അപ്പോഴും എന്ത് വരും, കോർപ്പറേറ്റ് വിൽ ലിഫ്റ്റ് ആവും. കോർപ്പറേറ്റ് വിൽ ലിഫ്റ്റ് ആവാന്നാണ് എന്താണെന്ന് മനസ്സിലാവില്ല, അതാണ് മെയിൻ. അത് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ലിഫ്റ്റ് ആവുന്നതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫോർ റിവേഷൻ ഓഫ് ടാക്സസ്. ഓക്കെ, ഒരു കമ്പനി ഒരു ഇല്ലീഗൽ ആയിട്ട് ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം ചെയ്തെങ്കിൽ കോർട്ട് വിൽ എക്സാമിൻ ദ റിയൽ ട്രാൻസാക്ഷൻ. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ കമ്പനി അതിന്റെ പ്രോഫിറ്റ് ഒക്കെ ഒരു സബ്സിഡിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, പ്രോഫിറ്റ് ഒക്കെ ഇറ്റ്സ് ഓൺലി ടു റെഡ്യൂസ് ടാക്സ്. അങ്ങനെ വരുമ്പോൾ കോർട്ട് ചെക്സ് ദ റിയൽ ഇന്റൻഷൻ, എന്നിട്ട് കോർപ്പറേറ്റ് വിൽ ലിഫ്റ്റ് ചെയ്യും. പിന്നെ കമ്പനി ഫോം സോൺലി ടു അവോയ്ഡ് ടാക്സ്. അന്ന് പറഞ്ഞാൽ ഒരു നല്ല പൈസ ഉള്ള ഒരാള്, ഓക്കെ, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അയാള്. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അയാൾ വലിയ സ്ലാബായി, അയാളുടെ നല്ല ടാക്സ് കൊടുക്കേണ്ടിരുമ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാൾ 3-4 കമ്പനികൾ ഫോം ചെയ്തിട്ട് ഈ പ്രോഫിറ്റ് ഒക്കെ ഇയാളുടെ പ്രോഫിറ്റ് ഒക്കെ അതിലേക്ക് മാറ്റി. ഓക്കെ, അപ്പൊ 3-4 ഇന്ന് ഓരോന്നോരോന്ന് വേറെ വേറെ, ചിലപ്പോൾ ആ സമയത്ത് കമ്പനിയുടെ ടാക്സ് സ്ലാബ് കുറവായിരിക്കും. എന്നിട്ട് തിരിച്ച് കമ്പനിയിൽ നിന്ന് ഇയാൾ ലോൺ ആയിട്ട് തന്നെ ആ പൈസ ഒക്കെ എടുത്തു. അപ്പൊ തന്നെ നമുക്ക് അറിയാം അതൊരു കള്ളത്തരമാണെന്ന്. സോ കോർപ്പറേറ്റ് ബിൽ ഇസ് ബീങ് ലിഫ്റ്റഡ്. കമ്പനി ഫോം സോൾലി ടു അവോയ്ഡ് ടാക്സ്. അപ്പൊ അപ്പോഴും നമ്മൾ എന്ത് സംഭവിക്കും, ഈ രീതിയിൽ കോർപ്പറേറ്റ് ബിൽ ലിഫ്റ്റ് ആവും. ഇനി ടു അവോയ്ഡ് വെൽഫെയർ ലോസ്. ഇതെന്ന് സംഭവിക്കുക വെച്ചാല് ചില ഇപ്പൊ ഒരുപാട് പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടായെങ്കിൽ അതിന്റെ ജീവനക്കാർക്ക് ബോണസ് പോലെ കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് ആ പൈസയൊക്കെ ചിലപ്പോ ആ പുതിയ കമ്പനി കൂടി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് കുറച്ച് എക്സ്പെൻസ് കൂടുതൽ കാണിച്ചിട്ട് ബോണസ് പേയബിൾ ടു വർക്കേഴ്സ് റെഡ്യൂസ് ആക്കി. അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതി സെഡ് ദിസ് വാസ് ജസ്റ്റ് എ ഡിവൈസ് ടു അവോയ്ഡ് പേയിങ് വർക്കേഴ്സ് പ്രോപ്പർലി, സോ വി ലിഫ്റ്റഡ്. അപ്പൊ അവരുടെ ഈ വർക്കേഴ്സിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ആയി. സോ ഇത്രയുള്ളൂ നമ്മൾ കോർപ്പറേറ്റ് ബിൽ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി കമ്പനി എന്ന് പറയുന്നത് കമ്പനി ഈസ് എ സെപ്പറേറ്റ് പേഴ്സൺ. ഓക്കെ, പക്ഷെ ബട്ട് ഇഫ് കമ്പനി ഈസ് ഫോർ എനി റോങ് ഡൂയിങ്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും റോങ് ഡൂയിങ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ സെപ്പറേറ്റ് പേഴ്സൺ എന്നുള്ള മാസ്ക് ഒഴിവാക്കിയിട്ട് നേരിട്ട് ലോ എന്ത് ചെയ്യും, ആ ഹൂ ഓൾ ആർ ബിഹൈൻഡ് ദ കമ്പനി അവരിലേക്ക് പോകും. So this is known as the lifting of corporate bill. ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. Just go through your book. Thank you.